നമസ്കാരം സുഹൃത്തുക്കളെ, സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സക്കീർ മണഞ്ചേരി. ഏതാണ്ട് രാവിലെ 9 മണിയോടുകൂടി ഞങ്ങൾ ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി വന്ന് അവിടെ ഡോക്ക് ചെയ്തു. അപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ അൺലിമിറ്റഡ് ആണ്. എന്തായാലും പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ തേടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് മൾട്ടിനാഷണൽ കുഷ്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്കായിട്ട് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് പയറും അതുപോലെ നമ്മുടെ നാടൻ വിഭവങ്ങളിൽ വടയും ചട്നിയും പഴവും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ആ താഴെ കാണുന്ന ആ ചെറു ബോട്ടുകളാണ്. ശരിക്കും ഈ ബോട്ടുകൾ നമുക്ക് നമ്മുടെ കപ്പലിൽ തന്നെ ഡോക്ക് ചെയ്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബോട്ടുകളാണ്. ഇത് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പെർമിറ്റ് ഏതാണ്ട് $60 മുടക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ പെർമിറ്റ് എടുക്കാനായിട്ട് അൻസാരി റിസപ്ഷനിലേക്ക് ചെന്നു. അതിൻ്റെ പ്രൊസീജിയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം അദ്ദേഹം നമുക്ക് പോകാനുള്ള ബോട്ടിൻ്റെ ടൈമും അതിൻ്റെ സമയക്രമങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ അതും പ്രകാരം ഞങ്ങളൊരു ഹോളിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം അവർ വിളിക്കുന്നതിനനുസരിച്ച് ക്യൂ നിന്നിട്ട് വേണം നമുക്ക് കയറി പോകാനായിട്ട്. അപ്പം ഓരോ സെഗ്മെൻ്റായിട്ട് ഇങ്ങനെ ആളുകളെ തിരിച്ചിട്ട് അവിടെ നിന്ന് അതിൻ്റെ ടൂർ ഓപ്പറേറ്റേഴ്സ് അനൗൺസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കയറി പോകണം. അപ്പം ബാബുവേട്ടൻ ക്യൂവിൽ നമ്മുടെ അസൽ മലയാളി സ്റ്റൈലിൽ കുത്തിക്കയറി. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ ഒരുപാട് പുറകിലായിരുന്നു ഞങ്ങൾ മുമ്പിലായി. ഞങ്ങളവിടെ കാത്തിരുന്നു. ബാബുവേട്ടൻ അങ്ങോട്ടേക്ക് ചെന്നു, കാര്യങ്ങളെല്ലാം പെട്ടെന്നാക്കി. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ബോട്ടുകൾ വരികയും ആളുകളെ ഇങ്ങനെ അങ്ങോട്ടേക്ക് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ട്രിപ്പ് അടിച്ചുകൊണ്ട് ഏതാണ്ട് 4ഓളം ബോട്ടുകൾ ഒരേ സമയം ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ആളുകൾ ഇങ്ങനെ ഷിപ്പ് ചെയ്യുന്നു നേരെ ലക്ഷദ്വീപിലേക്ക് പോകണം. കാരണം ലക്ഷദ്വീപ് കാണാനുള്ള ആവേശം നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ദ്വീപ് സമൂഹങ്ങൾ കൂടുന്നതാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതിൽ അഗത്തി ഐലൻഡിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ കപ്പലിനോട് ചേർത്ത് ഒരു ബോട്ട് നിർത്തിത്തരും. അതിവിടെ ലൈഫ് ഗാർഡുണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ബോട്ടിലേക്ക് കയറാനായിട്ട്. കാരണം ഒരുപാട് പ്രായമുള്ള ആളുകൾ മറ്റുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ഏതാണ്ട് 10ഓളം ആളുകൾ അതിനുവേണ്ടി മാത്രം അവിടെ സേഫ്റ്റിക്കായിട്ട് മാത്രമുണ്ട്. അപ്പോൾ ഇറ്റാലിയൻ വംശനായ ഒരു ബോട്ട് ഡ്രൈവറാണ് നമ്മുടെ ബോട്ടിനെ നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. ബോട്ടിൽ ഇരിക്കാനുള്ള കപ്പാസിറ്റിക്ക് മാത്രമുള്ള ആളെ കയറ്റുള്ളൂ. കാരണം അതിന് മേലേക്കുള്ള ഒരാളെ പോലും അവരകത്തേക്ക് കയറ്റില്ല. കാരണം സേഫ്റ്റിയാണ് അവരുടെ സേഫ്റ്റി ഈസ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് പല ആളുകളും ഈ ക്യാപ്റ്റനൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം. അപ്പം അതിന് യാത്രക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ട് ബോട്ടിൻ്റെ ക്യാപ്റ്റൻ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ പോകേണ്ടത് ലക്ഷദ്വീപിലേക്കാണ്. അപ്പോൾ ബോട്ടിൽ നമ്മൾ പുറത്തേക്ക് കാണുന്ന നീലക്കടൽ അത് ഭയങ്കര ഒരു കാഴ്ചയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആസ്വദിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ദൂരെ നമുക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയ കപ്പൽ കാണാം. കോസ്റ്റാ സെറീന എന്ന് പറയുന്ന കപ്പൽ നമുക്ക് ദൂരെ നിന്ന് കാണാം. കാരണം ഞങ്ങൾ കപ്പലുമായിട്ട് ഒരുപാട് ദൂരേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഇനി ലക്ഷദ്വീപിൻ്റെ അടുത്തേക്ക് ശരിക്കും ഒരു കടൽപ്പാലം അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിനോട് ചേർന്ന് തന്നെ അവരൊരു ചെറിയ ജെട്ടി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡോക്ക് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ കയറി നേരെ ലക്ഷദ്വീപിലേക്ക് ഇറങ്ങണം. ഈ പാലം കടന്നാൽ ലക്ഷദ്വീപായി. അപ്പോൾ നേരെ ഇറങ്ങാനുള്ള ശ്രമമാണ്. അവിടെയും ക്യൂ ആണ്. വളരെ സേഫ്റ്റി ആയിട്ട് നമ്മൾ അവർ പുറത്തേക്ക് ഇറക്കുള്ളൂ. കാരണം കടൽ പ്രക്ഷുബ്ധമാണ്. അപ്പോൾ ഈ അല കൊണ്ടിട്ട് ബോട്ട് ഇങ്ങനെ കടന്ന് ഭയങ്കരമായിട്ട് ജെർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സേഫ്റ്റി ആക്കാൻ വേണ്ടി അവർ അവിടെ 3-4 പേര് നമുക്ക് കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുക. എന്തായാലും ഞങ്ങൾ കിട്ടിയ അവസരത്തിൽ മുകളിലേക്ക് വന്നു. അപ്പോൾ മുകളിൽ നമുക്ക് നല്ല ചൂടുണ്ട് പുറത്ത്, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമെല്ലാം അവർ സെറ്റ് ചെയ്യും. നല്ല തണുത്ത വെള്ളം അവിടെ കിട്ടും. ഒരുപാട് സീറ്റുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയല്ല, ഈ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ലോബിയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ കോസ്റ്റാ കാർഡ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാർഡ് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള എൻട്രി ആയി. അവിടുത്തെ ലക്ഷദ്വീപുകാർ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ കാർഡ് കാണിക്കുമ്പോൾ പുറത്ത് കിടക്കുന്ന വണ്ടികളിൽ ഒരെണ്ണം നമുക്ക് അവർ വിളിച്ചു തരും. ഈ വണ്ടികൾ ഫ്രീ ആണ്. നമ്മൾ നേരെ അഗത്തി ഐലൻഡിൻ്റെ മറ്റൊരു വശത്തേക്ക് അവർ നമ്മളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി അങ്ങ് പോകും. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട്. അതിൽ ആ നീലക്കാറാണ് ഞങ്ങൾ പോകാൻ പോകുന്ന കാറ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ബാബുവേട്ടൻ ഓൾറെഡി അകത്ത് കയറി കഴിഞ്ഞു. ഞങ്ങൾ നേരെ ലക്ഷദ്വീപിൽ ലക്ഷ്യം വെച്ചുകൊണ്ട്, അത് അഗത്തി ഐലൻഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ കുതിച്ചു പോയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഡ്രൈവർ വളരെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട്. ഇവിടുത്തെ ഈ ഗേറ്റ് കഴിയുന്നതോടെ ലക്ഷദ്വീപ് സ്റ്റാർട്ടായി, അതായത് അഗത്തി ഐലൻഡ് സ്റ്റാർട്ടായി. നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രാമപ്രദേശം എന്താണോ അതാണ് ഞാൻ കാണുന്ന
അഗത്തി ഐലൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളുടെ തെങ്ങാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അവരുടെ പഴയ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നായിരുന്നു. മത്സ്യബന്ധനവും അതുപോലെ തന്നെ തെങ്ങുമായിരുന്നു ഇവരുടെ വരുമാന മാർഗ്ഗങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നത് പല ആളുകളും വിദേശത്തേക്കും മറ്റുള്ളതൊക്കെ ചേക്കേറി അവരുടെ ജീവിത നിലവാരത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സിമൻറ്റ് പാകിയ റോഡുകളാണുള്ളത്. അവിടെ മിക്കവാറും ആൾക്കാർ സൈക്കിളും അതുപോലെ തന്നെ ബൈക്കുമാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഹെൽമെറ്റോ കാര്യങ്ങളോ മറ്റൊന്നും അവിടെ ഉപയോഗിക്കുന്നതല്ല. സീറ്റ് ബെൽറ്റ് എന്താണെന്ന് പോലും അവർക്കറിയാൻ പാടില്ല. അത്തരത്തിലാണ് എല്ലാ വാഹന രജിസ്ട്രേഷനിലും LD എന്നാണ് വെച്ചിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നല്ലൊരു ടർഫ് കണ്ടിരുന്നു. ടർഫ് താണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ്. കാരണം തെങ്ങിനെല്ലാം അവർ കളർ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞു. ലക്ഷദ്വീപിലെ ഭാഷ മലയാളമാണ്, പക്ഷേ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മലയാളമല്ല. അത് വേറൊരു ലെവലുള്ള മലയാളമാണ്. കാസർഗോഡൻ ശൈലിയിലുള്ളൊരു മലയാളമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങൾ ഇവിടെ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് ഇടണം. എനിക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ പല വിവരങ്ങളും എനിക്കങ്ങനെ മിസ്സാകുകയും ചെയ്തു. ഇവരുമായിട്ട് സംസാരിക്കുന്നിടക്ക് പറയുന്ന ഭാഷ കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട്. അപ്പോൾ നേരെ പോകുന്നത് 6 കിലോമീറ്ററാണ്. ശരിക്കും ഒരു നീർരേഖയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്ന ആ ഒരു ലെവലുള്ള ഒരു 6 കിലോമീറ്റർ ദൂരമാണ് ഈ അഗത്തി ഐലൻഡ് എന്ന് പറയുന്നത്. രണ്ട് വശത്തും കടലാണ്. നമുക്ക് ഒരു 10 മീറ്റർ 20 മീറ്റർ ആണെന്ന് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം കടലേ നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു 50 മീറ്റർ നടന്നാൽ ഇപ്പോൾ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് ഒരു 50 മീറ്റർ അങ്ങോട്ട് കൂടെ നടന്നാൽ നമുക്ക് സുഖമായിട്ട് ആ കടൽ കാണാൻ പറ്റും. അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഐലൻഡിനെ അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പം അഗത്തി ഐലൻഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണം. അവിടെ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നു. അങ്ങനെ അഗത്തി ഐലൻഡിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യണം. അതിൻ്റെ മറ്റൊരു ഒരു അഗത്തി മീൻസ് അഗത്തി കടപ്പുറത്തേക്ക് ഞങ്ങൾ പയ്യെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ സ്ട്രോബെറി കൊണ്ടിട്ടുള്ള ഒരു ജ്യൂസ് അവിടെ വരുന്ന യാത്രക്കാർക്ക് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. കോസ്റ്റാടെ യാത്രക്കാർക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിരുന്ന ഒരു ജ്യൂസാണ്. നല്ല ചൂടുള്ളതുകൊണ്ട് ഒരു ജ്യൂസ് കിട്ടിയത് വാങ്ങിച്ച് മടമടാന്ന് കുടിച്ചുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നത്, പക്ഷെ നല്ല ടേസ്റ്റുള്ള ജ്യൂസായിരുന്നു. അതും കുടിച്ച് പയ്യെ അവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാനായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവരുടേതായ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇരുന്നിട്ട് എന്തോ ഒരു കളികളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി അവർ വെക്കുന്ന താളത്തിനനുസരിച്ച് ചാടി കളിക്കുന്നുണ്ട്. എനിക്ക് അതിൽ മനസ്സിലായത് ഇവരുടെ ഒരു ഒഴിവുകാല അല്ല ഒരു വിനോദങ്ങളിലൊന്നാണ് ഈ കാണുന്ന 2 കോലുകൾ അപ്പുറവും ഇപ്പുറവും പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ ചിലമ്പ് പോലെയുള്ള ഒരു സംഗീതോപകരണം അടിച്ചുകൊണ്ട് അവർ ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ആ സൗണ്ടിനൊപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുക. ചാടി കളിക്കട കുഞ്ഞിരാമ, ആടിക്കളിക്കട കുഞ്ഞിരാമ എന്നൊക്കെ പറഞ്ഞാൽ ആ തരത്തിലുള്ളൊരു സ്ലാങ്ങാണ് അവർ പാട്ട് പാടുക. അപ്പോൾ ഈ വടികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അത് നല്ല രസകരമായൊരു കാഴ്ചയായിരുന്നു. കുറച്ച് നേരം അവിടെ നോക്കുന്നത് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. അതിനുശേഷം കാരണം കാഴ്ചകൾ ഒരുപാട് പകർത്താനുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പയ്യെ കടപ്പുറത്തേക്ക് തിരിക്കും. കടപ്പുറം ശാന്തമാണ്. നമ്മുടെ നാട്ടിലെ പോലുള്ള വലിയ അലയൊലികളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ കടപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഒച്ചയോ ബഹളങ്ങളോ ഒന്നുമില്ല. നല്ല മനോഹരമായ കടപ്പുറമാണ്. ആ കടപ്പുറത്തേക്ക് നമ്മൾ പോകും. നല്ല വൃത്തിയാണ് ഏറ്റവും രസകരമായ കാര്യം. ഒപ്പം തന്നെ എനിക്ക് ഈ കടൽ ഈ ഭാഗത്തൊന്നും ഒരു പച്ച കളറായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പേര് അവരുടെ ഫാമിലിയായിട്ട് വന്നിട്ട് ഈ കടലിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കടലിൻ്റെ കളറ് നീല മാറി എനിക്കൊരു പച്ചയായിട്ട് തോന്നുന്നു. അത് എന്ത് പ്രതിഭാസമാണെന്ന് അറിയില്ല. നല്ല രസമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസുകൾ അവിടെ ഉണ്ട്. കാരണം സീ ബ്രിഡ്ജ് പോലെ നമുക്ക് കടലിലെ പാലത്തിലൂടെ നടക്കാം. അതുപോലെ തന്നെ അവിടെ സ്കൂബ ഡൈവിംഗ് ഉണ്ട്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം ഒരു ഇതുമില്ലാത്ത സേഫ്റ്റി 100% സേഫ്റ്റിയുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം. കാരണം ഒരുപാട് താഴ്ചയില്ല. നീന്തൽ അറിയാത്തവർക്ക് പോലും നീന്തി തുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ എന്താ പറയുക സ്ഥലങ്ങളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ച മനസ്സിന് വല്ലാത്തൊരു കുളിരാണ് നൽകുന്നത്. കാരണം കയാക്കിങ്ങിൻ്റെ കുറേ ബോട്ടുകൾ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പഴയ ബോട്ട് എൻ്റെ കണ്ണിൽപ്പെട്ടു. കാരണം മത്സ്യബന്ധനത്തിന് ഇവർ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ടാണെന്ന് തോന്നുന്നു. അതെന്തായാലും കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ആ ബോട്ടും ഒക്കെ കണ്ട് ഞാൻ മുന്നോട്ട് അങ്ങനെ പയ്യെ പോവുകയാണ്. കാരണം കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനി അടുത്ത കാഴ്ച അടുത്ത എപ്പിസോഡിൽ. ബൈ ബൈ.